ഇവിടുത്തെ ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ കൊല്ലം കാര്യം വേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലത്തുള്ളവർ തല കറങ്ങി അവര് ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കഴിഞ്ഞപ്പോ ഞങ്ങളെ ഇവിടെ ഈ പ്രസ്ഥാനത്തെ ഇത്രയാക്കിയത് ഞങ്ങളുടെ തുള്ളിലെ ഓരോ നേരം ചോരയാ അറിയോ. ഹലോ നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ കൊല്ലം ആർകെ ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികളായ വനിതകൾക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. മറ്റൊരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഈ കണ്ടത് ടാറ്റയുടെ സ്റ്റുഡിയോ ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഇതിൽ നോക്കൂ, ഒരു ജോലിക്കാരും അവിടെ വന്ന് കാത്തുകെട്ടി നിന്ന് ഓരോ സാധനം എടുത്തു കൊടുക്കണ്ട. നമ്മുടെ കേരളത്തിൽ പരമ്പരാഗതമായിട്ട് തുണി ഇരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾ നിൽക്കുകയും നമ്മുടെ ആവശ്യക്കാർ അവിടെ ചെന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന തുണി പറയുമ്പോൾ അവരെടുത്തു കൊടുക്കുകയും അത് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത തുണി എടുക്കുകയും പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് മടങ്ങി പോവുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. പിന്നീട് അത് മടക്കി വെക്കണം. അപ്പോൾ ഈ സ്ത്രീകൾക്കൊന്നും അവിടെ ഇരിക്കാനുള്ള കസേര മുൻപില്ലായിരുന്നു. പിന്നീട് അവിടെ ഇരിക്കാനുള്ള കസേര കൊടുത്തെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കുന്ന ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കുന്നവർക്ക് ജോലി പിന്നീട് കിട്ടാൻ സാധ്യതയില്ല. സ്റ്റുഡിയോ രാജ്യത്ത് ഏതാണ്ട് 811ഓളം ഷോപ്പുകളുണ്ട്. കേരളത്തിൽ തന്നെ 47ഓളം സ്ഥലങ്ങളിൽ സ്റ്റുഡിയോ ഉണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ്. ഈ സ്റ്റുഡിയോയിൽ പോയാൽ ഏതൊരാൾക്കും അവന് ഇഷ്ടപ്പെട്ട അവിടെ വില നിലവാരം എഴുതി വെച്ചിട്ടുണ്ട്. ആ വില നിലവാരത്തിനനുസരിച്ചുള്ള തുണി അവർക്ക് നോക്കിയെടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചവിടെ വെക്കാം. അവിടുത്തെ സ്റ്റാഫുകൾ എത്ര തുണിയാണോ ഏത് സ്ഥലത്താണോ കുറവുള്ളത് ആ കുറവുള്ള സ്ഥലത്ത് തുണികൾ കൊണ്ട് വീണ്ടും ശേഖരിച്ച് വെക്കും. അഥവാ അലങ്കോലപ്പെട്ട് കിടക്കുന്നവർക്ക് മടക്കി വെക്കാം. വീണ്ടും അവർക്ക് തുണി പോയി ശേഖരിക്കാം. അപ്പോൾ ഈ സമയങ്ങളിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ അവരെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാനോ ഒക്കെ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലൊരു ക്രൂരത ഉണ്ടാവത്തില്ല. അതേപക്ഷം നമ്മുടെ നാട്ടിലെ ഈ തുണി കടകൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആ തുണിക്ക് ആൾ വന്നു കഴിഞ്ഞാൽ ആരെടുത്ത് കൊടുക്കും എന്നുള്ള ഭയപ്പാട് കൊണ്ട് മുതലാളിമാരുടെ ഭീഷണികളുണ്ടാവും. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം തുണി ഷോപ്പുകളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ വലിയ വലിയ തുണിക്കടയിൽ കയറി ചെല്ലുമ്പോൾ ആരോഗ്യമുള്ള സൗന്ദര്യവതികളായ സ്ത്രീകൾ അവിടെ നിൽക്കും. 2 പേര് തൊഴുതുകൊണ്ട്. അത് സ്വർണ്ണക്കടയാവട്ടെ ഇതേ കണക്ക് വലിയ ഷോപ്പുകളാവട്ടെ. അവിടെ ചെന്ന് ആ സ്ത്രീകൾ നമ്മുടെ അടുത്ത് എവിടെയാണ് എന്താണ് ആവശ്യം ആ പറഞ്ഞ സെഷനിലേക്ക് നമ്മളെ പറഞ്ഞു വിടും. അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. അവർക്ക് സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. അവർക്ക് അത് കഴിഞ്ഞിട്ട് പലയിടത്തും ഇവിടെ ഈ പല സ്ഥലങ്ങളിൽ അവർക്ക് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇത്തിരി ഹൈറ്റുള്ള ഒരു കസേര കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ചാരിയെങ്കിലും ഒന്ന് ശകലം ഇരിക്കാം. അങ്ങനെ കൊടുക്കത്തില്ല. അപ്പോൾ അവർ എത്ര മണിക്കൂറാണ് അവിടെ നിൽക്കണം. അതേ കണക്ക് തന്നെ ഇവർക്ക് ഈ സ്ത്രീകൾക്കാർക്കും ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യന് സ്വാഭാവികമായിട്ട് എണീക്കുന്ന ബുദ്ധിമുട്ടോർത്ത് അവരിക്കും. അവർ ബിസിനസ് കുറയുമല്ലോ എന്ന് വിചാരിച്ചാൽ ഇരിക്കാൻ സമ്മതിക്കാത്ത. ഇതിനെക്കുറിച്ച് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുത്തു. പരാതി കൊടുത്ത് കൊല്ലത്തെ സിറ്റിങ്ങിൽ ആശ്രാമത്ത് വെച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വിളിച്ചു. പരാതിയെല്ലാം വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കാൻ. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വരുമെന്ന്. അങ്ങനെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരെ കമ്മീഷൻ കൊണ്ട് കൊടുത്തു. പിന്നെ അതിനെക്കുറിച്ചൊരു വിവരമില്ല. അവർ ഈ ഷോപ്പുകളിൽ പോയി ഇങ്ങനെ പരാതി വന്നതെന്നും പറഞ്ഞ് മുതലാളിമാരെ സമീപിക്കും. മുതലാളിമാർ ആരാണോ ഇതിനൊരു സംഘടനയുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പുകാർ. ആ സംഘടനയുടെ ആൾക്കാർ പോയി വേണ്ടതുപോലെ ചെയ്യുമ്പോൾ അവരുടെ കാര്യത്തിനും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ആ നിയമം നടപ്പാകാൻ പോകത്തില്ല. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ആ ഒരു ഷോപ്പിലെ മാത്രമല്ല എല്ലാ ഷോപ്പുകളിലും ഇത്തരമാണ് കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ളവർ പുതിയ മുതലാളിമാർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാത്തല്ല. എത്രയോ കോടിക്കണക്കിന് രൂപ എടുത്ത് രാജ്യത്ത് 811 പുതിയൊരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും കുറഞ്ഞ ചിലവ് 100 രൂപയുടെ ആണോ 500 രൂപയുടെ ആണോ 5000 രൂപയുടെ ആണോ ഏത് വില നിലവാരം അവൻ്റെ അനുസരിച്ച് അവൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു സംരംഭം തന്നെ നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് തന്നെ കടപ്പാക്കടയ്ക്ക് രണ്ടാംകുറ്റിയിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അതേ കണക്ക് പല സ്ഥലത്ത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഞാനിപ്പോൾ ഡൽഹിയിലെ സ്റ്റുഡിയോയുടെ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ.
ഡൽഹിയിലെ പട്ടേൽ നഗറിലെ ഷാദിപൂർ സ്ഥലത്തുള്ള ഒരു സ്റ്റുഡിയോയിലെ രംഗമാണ് നിങ്ങൾ കണ്ടത്. സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിരിക്കുന്ന അവർ പോയി അതെടുത്ത് ആവശ്യമുള്ളത് എടുക്കുക. അത്തരം ബിസിനസ് രംഗത്തേക്ക് മാറുക, അതാണ് അതിലെ ശരി. അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരം അധികം വനിതകളെ വെക്കുക, ഷോപ്പുകളിൽ വെച്ചിട്ട് ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് അതിൻ്റെ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ, ആ ഷോപ്പ് മാത്രമല്ല എല്ലാ ഭൂരിഭാഗം ഷോപ്പുകളും അത്തരത്തിലാണ്. കൊല്ലത്തുണ്ടായിരുന്ന മാന്യമായിട്ട് അയ്യപ്പാസിൻ്റെ ഒന്നും കച്ചവടങ്ങൾ ഇപ്പോൾ എങ്ങനെ പൂട്ടിപ്പോയി. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഈ രംഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞത് ജോലി പുതിയ തരത്തിൽ ജോലിക്കാർക്ക് എങ്ങനെ അവരെ ജോലി അവർക്കും ആ മനുഷ്യാവകാശവും അവർക്കും കിട്ടണം. ആ അവകാശത്തിന് അനുസൃതമായിട്ട് തൊഴിൽ കൊടുക്കാൻ മുതലാളിമാർ സമ്മതമാകണം. ആ മുതലാളിമാരുണ്ടെങ്കിലേ തൊഴിലാളികളുണ്ടാവും. അവർക്ക് ലാഭമാകുന്ന രീതിയിലേക്ക് ഈ നമ്മുടെ നാട്ടിലെ ആ ടെക്സ്റ്റൈൽ അകത്ത് തൊഴിലാളികളിൽ നിന്ന് അതിനകത്തിരുന്ന തുണിയെടുത്ത് കാണിച്ച് മറ്റൊരാൾ തൊടാതെ വെച്ചിരിക്കുന്ന ആ പ്രവണത തൊട്ടുതന്നെ വെക്കും. ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ വില നിലവാരം പ്രദർശിപ്പിച്ചുകൊണ്ട് ആ തുണികളുടെ രീതിക്കനുസരിച്ച് ഏതാണോ അത്തരത്തിൽ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് പോകുന്നതായിരിക്കും ഇത്തരം കുറച്ച് തൊഴിലാളി പ്രശ്നങ്ങളിൽ നിന്നും മാറാൻ പറ്റിയത്. എന്തായാലും വനിതകൾക്കുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നന്ദി, നമസ്കാരം.